ഹായ് ഹലോ മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നിതാ ഞാൻ മധുരക്കിഴങ്ങ് കൊണ്ട് നല്ല അടിപൊളി ഒരു ചിപ്സ് തയ്യാറാക്കുന്ന റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ ഒരു 3 സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തോലെല്ലാം ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിതിൻ്റെ തോലെല്ലാം ഒന്ന് നീക്കം ചെയ്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് 2-3 വെള്ളം ഒന്ന് കഴുകിയെടുക്കാം. നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു കോട്ടൺ ടവൽ കൊണ്ട് ഇതൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈർപ്പമില്ലാതെ എണ്ണയിലിടുമ്പോൾ അല്ലെങ്കിൽ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവും, അറിയാമല്ലോ. അതല്ലെങ്കിൽ പിന്നെ അരിഞ്ഞിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് ഫാനിൻ്റെ ചോട്ടിലൊക്കെ വയ്ക്കാം. അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയ നിറം വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി നേരം വെക്കേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കിനി നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ഇനി നമുക്കിതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഉണ്ടല്ലേ അരിഞ്ഞെടുക്കാനൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ കൈ വെച്ച് അരിയുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് എളുപ്പമായിട്ട് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ ഇതൊന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് മില്ലുണ്ട് കേട്ടോ. അതിൽ നിന്ന് മേടിക്കുന്ന നല്ല വെളിച്ചെണ്ണ, നല്ല ശുദ്ധ മെല്ലി ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ്. അതിൻ്റെയൊക്കെ മണം ഒന്ന് പ്രത്യേക തന്നെ കേട്ടോ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ എണ്ണ തിളച്ചതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുത്ത ഉടനെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൻ്റെയും ഹൈയുടെയും ഇടയ്ക്ക് ആയിട്ട് വയ്ക്കുക. അതിൽ കിടന്ന് നല്ലപോലെ ഇത് വേകണം. അപ്പം നമുക്കത് അനുസരിച്ച് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നല്ലപോലെ മൂത്തതിന് ശേഷം ഈ എണ്ണയുടെ തിള കംപ്ലീറ്റ് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് കോരിയെടുത്താൽ മതി. അപ്പോൾ നല്ല പരുവത്തിന് കിട്ടും. തീ കൂട്ടി വെച്ചാൽ പുറം കരിഞ്ഞും പോകും, ഉള്ളു വേവത്തുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് നമുക്ക് നല്ലപോലെ മൂപ്പിച്ച് കോരിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ചെറിയ മധുരവും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാനിതുപോലെ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ഇട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഒരുപാട് എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് അത് വേസ്റ്റാക്കി കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഇട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ഈ എണ്ണ തിളപ്പിച്ച് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാകുമ്പോൾ ഇച്ചിരി എണ്ണ വരത്തുള്ളൂ. അപ്പോൾ ഒറ്റ ട്രിപ്പ് നമുക്ക് 1-2 കറക്കി എടുക്കുമ്പോൾ അതങ്ങ് തീരും. ഒരുപാട് ഇങ്ങനെ തിളപ്പിച്ച് എടുക്കണ്ടല്ലോ. അപ്പോൾ അടുത്തത് ഞാൻ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ കണ്ടല്ലോ, തിളയെല്ലാം ഇങ്ങനെ മാറി എണ്ണ എല്ലാം ഒന്ന് ശാന്തമായി വരുന്ന സമയത്ത് നമുക്കൊന്ന് കോരി മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഒത്തിരി തോനെ ഒഴിക്കാമെന്നുള്ളവർക്ക് അങ്ങനെ ഒഴിച്ച് ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം കേട്ടോ. ഞാൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിങ്ങനെ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ കടയിൽ നിന്നുള്ള ലേസും അങ്ങനത്തെയൊക്കെ മേടിച്ച് കൊടുക്കുക. ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ശരീരത്തിന് നല്ലതാണ്, നല്ല വീട്ടിൽ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഞാനെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇച്ചിരി എരിയൊക്കെ ഇതിന് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അപ്പോൾ നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇനി ഇച്ചിരി മുളക് പൊടി ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഒരല്പം ഉപ്പും ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ ഒരല്പം മുളക് പൊടിയും കൂടെ നമുക്കിതിലൊന്ന് ചേർത്ത് മിക്സാക്കി എടുക്കാം. കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി, മുളക് പൊടിയൊന്നും ചേർക്കണ്ട. അപ്പോൾ നമ്മുടെ കട്ടൻ ചായയുടെ കൂടെ അല്ലെങ്കിൽ കട്ടൻ കാപ്പി എന്ത് ചായ ആയാലും അതിൻ്റെ കൂടെയൊക്കെ വൈകിട്ട് 4 മണിയാകുമ്പോൾ ഒരിച്ചിരി എടുത്ത് കടിക്കാനൊക്കെ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിൽ അടച്ച് വെച്ചാൽ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അനുസരണം എടുത്താൽ മതി. അപ്പോൾ അടുത്ത നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.